ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലല്ലമ്മ വ്ളോഗ് സിയ ക്രിയേഷനിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് നാടൻ രസം നമുക്ക് നോക്കാം എങ്ങനെ വെക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളാണ് വെളുത്തുള്ളി, കുരുമുളക്, വറ്റൽമുളക്, ജീരകം, ചെറിയൊരു കഷ്ണം ഇഞ്ചി, പുളി, പിന്നെ ആവശ്യമുള്ളതാണ് ടൊമാറ്റോ. 2 ടൊമാറ്റോ ചെറിയ കഷ്ണമാക്കിയിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് കുരുമുളകും ജീരകവും മുളകും പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയിട്ട് ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. പുളി നമുക്ക് കുതിരാനായിട്ട് വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം. തുറന്നു നോക്കാം. ഇതുപോലെ തരി മതി കേട്ടോ. ഇതുപോലെ തരിയായിട്ട് വേണം നമ്മൾ ഇത് പൊടിച്ചെടുക്കാനായിട്ട്. ഇത് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ട് നമുക്ക് ടൊമാറ്റോ കൂടി ഒന്ന് വെറുതെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം. മസാല മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ നമുക്ക് ടൊമാറ്റോ ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ടൊമാറ്റോ ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ആവും. അതുപോലെ നമുക്ക് കായപ്പൊടിയും കൂടി ചേർക്കണം കേട്ടോ. അത് നേരത്തെ ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ചൂടായി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങി അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. പച്ചമുളക് ചെറുതാക്കി മുറിച്ചത്, കറിവേപ്പില, കറിവേപ്പിലൊക്കെ മൂത്തു. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ആദ്യം ഇപ്പോൾ വറ്റൽമുളകും കറിവേപ്പിലൊക്കെ മൂത്ത് നമുക്കതിലേക്ക് ആ പൊടിച്ച് വെച്ച മസാല ഇട്ട് കൊടുക്കാം. മസാല ഇടുന്നത് നമുക്ക് കുറച്ച് കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം അരച്ച് വെച്ച ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഇത് നന്നായി മൂത്ത് നമ്മൾ ഒഴിച്ച എണ്ണ ഉണ്ടല്ലോ അതിങ്ങനെ തെളിഞ്ഞ് വരും. അതുവരെ നമ്മൾ ഇതിട്ട് മൂപ്പിക്കണം. അപ്പോൾ നമുക്ക് രസത്തിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതോടുകൂടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടെടുക്കാം. ഈ മസാല മൂത്ത് എണ്ണയൊക്കെ തെളിയുന്ന വരെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. നല്ല മൂത്ത് എണ്ണ തെളിയുന്ന വരെ നമ്മളിത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഏകദേശം മസാലയൊക്കെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതേ മസാലയൊക്കെ മൂത്തതേ സൈഡിലൊക്കെ എണ്ണ തെളിഞ്ഞു വന്നു. ഇത് തെളിഞ്ഞു വരുന്ന വരെ തന്നെ ഇത് മൂപ്പിച്ചെടുക്കണം. എന്നാലേ നമുക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുതിർത്തി വെച്ച പുളി പിഴിഞ്ഞിട്ട് ഒഴിക്കാം. പുളി ഒഴിച്ചിട്ട് നന്നായിട്ട് തിളച്ചു. ഇതിനോടൊപ്പം ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടായിരുന്നു. ഇനി ഒഴിക്കേണ്ട വെള്ളം തിളച്ച വെള്ളം ഒഴിക്കണം കേട്ടോ. പച്ചവെള്ളം ഒഴിക്കരുത്. നമുക്ക് രസം എത്ര കട്ടി വേണം അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചെടുക്കാം. അത് തിളച്ച വെള്ളം ഒഴിച്ചെടുക്കണം കേട്ടോ. കുറച്ച് ഒഴിച്ചിട്ട് നോക്കാം നമുക്ക്. ഇത്ര വെള്ളം മതി. അധികം വെള്ളമായി കഴിഞ്ഞാൽ ടേസ്റ്റ് കുറയും. ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമ്മളുടെ രസം തയ്യാറാവും. അപ്പോൾ ഇത് ഈസിയല്ലേ ഉണ്ടാക്കാനായിട്ട്. കുറച്ച് മല്ലിയില ഇത് ഇറക്കി വെച്ചതിന് ശേഷം കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റ് ഒന്നുകൂടി കൂടും കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വയറിന് വല്ല അസുഖം ഒക്കെ ഉള്ളപ്പോൾ ഇത് ഉണ്ടാക്കി കുടിക്കേണ്ടത് നല്ലതാണ്. കാരണം ഇതിൽ ചേർത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ വയറിന് നല്ല
സാധനങ്ങളാണ് ചേർത്തിരിക്കുന്നത്. ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് വയറിന് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിലൊക്കെ നല്ലതാണ് കഴിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ രസം ഉണ്ടാക്കിയിട്ട് കുടിച്ച് നോക്കി നോക്കൂ. അങ്ങനെ കുടിക്കാനാണെങ്കിൽ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് നമുക്ക് വെള്ളം പോലെ ആക്കിയിട്ട് രസം എടുക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ലേശം കട്ടിയിൽ എടുക്കേണ്ടതാണ് നല്ലത്. ഞാനിതൊരു പാത്രത്തിലേക്ക് പകർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രസം തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.